ഹലോ, ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഹായ്, ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീനാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു മെഷീൻ കൂടിയാണ് 3-in-1 ബാൻഡ് സീലേഴ്സ്. നമുക്കറിയാം, പാക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട 3 പോർഷൻസാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ മെഷീനിൽ നമുക്ക് വാക്വം ചെയ്യാം, അതുപോലെ തന്നെ നൈട്രജൻ ഫ്ലഷ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബാച്ച് കോഡും ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് സീലറാണ് 3-in-1 ബാൻഡ് സീലർ എന്ന് പറയുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 ഓപ്പറേഷൻസ് ഒരു മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതെ, ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഉള്ള ഒരു ബാൻഡ് സീലറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്നേഹാസ്, ഇതിൻ്റെ നൈട്രജൻ യൂണിറ്റിനെ പറ്റിയും അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയും ആദ്യം തന്നെ ഒന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്താമോ? നമുക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ ഇതൊരു ബേസിക്കലി ഒരു ബാൻഡ് സീലറാണ്. ബാൻഡ് സീലർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ബാൻഡ് സീലർ യൂസ് ചെയ്യുന്നത്? ഒരു സീലിംഗ് മെഷീനാണ്. അതിനകത്ത് തന്നെ നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലറെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നൈട്രജൻ നമ്മളുടെ പാക്കിങ്ങിൽ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്? നൈട്രജൻ ബേസിക്കലി ഒരു ഇനേർട്ട് ഗ്യാസാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പല പ്രോഡക്ട്സ്, സ്നാക്സ്, അല്ലെങ്കിൽ കോഫി പൗഡേഴ്സ്, പ്രോട്ടീൻ പൗഡേഴ്സ്, അതല്ലെങ്കിൽ നമ്മളുടെ സ്പൈസസ്, ഇതിനകത്തൊക്കെ നമ്മൾ നൈട്രജൻ ഫ്ലഷ് ചെയ്ത് പാക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് കീപ്പ് ചെയ്യുക, അരോമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ഓക്സിഡൈസേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതുവഴിയൊക്കെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഡാമേജിനെയും അതിൻ്റെ ഷെൽഫ് ലൈഫിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഷെൽഫ് ലൈഫൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് പാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ 3-in-1 ബാൻഡ് സീലർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു നൈട്രജൻ ഫ്ലഷിംഗ് അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അതുവഴി നമുക്ക് പ്രോഡക്ട്സിൻ്റെ പൗച്ചിൽ നൈട്രജൻ ഫ്ലഷ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ വാക്വം പാക്കിംഗ്. അതെ, വാക്വം പാക്കിങ്ങും നമുക്ക് ഈ മെഷീനിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. നമുക്കറിയാം, ചില പ്രോഡക്റ്റ്സ്, അതായത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആവട്ടെ, ഇനി അതെല്ലാം മീറ്റ്, ഫിഷ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ എയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നോക്കിയാൽ തന്നെ നമ്മുടെ ഓക്സിഡൈസേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് ഓക്സിജൻ്റെ പ്രസൻസിനെ നമ്മൾ ഏറ്റവും കുറച്ച് വയ്ക്കും. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഡാമേജിനെ കുറയ്ക്കാനും ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും ഈ വാക്വം നമ്മൾ ഹെൽപ്പ് ചെയ്യും. ചില പ്രോഡക്ട്സിന് നൈട്രജനാണ് സ്യൂട്ടബിൾ, ചില പ്രോഡക്ട്സിന് വാക്വമാണ് സ്യൂട്ടബിൾ. അപ്പോൾ ഈ 3-in-1 ബാൻഡ് സീലറിൽ നമുക്ക് ഈ വാക്വം പാക്ക് ചെയ്യാനും കൂടിയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ കോഡിംഗ് സെക്ഷൻ. അതായത് നമ്മൾ പാക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാച്ച് കോഡൊക്കെ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ് വരുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസും അത് നമ്മുടെ ഈ 3-in-1 ബാൻഡ് സീലർ വഴി എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമുക്ക് ബാച്ച് കോഡ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ MRP, അതുപോലെ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നിർബന്ധമായും നമ്മൾ പ്രിൻറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ബാൻഡ് സീലർ വഴി നമുക്കൊരു 1 ലൈനാണ് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ബേസിക് വേരിയബിൾസ് ആയിട്ട് വരുന്ന ബാച്ച് നമ്പറോ അതല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്യാം. മറ്റ് കാര്യങ്ങൾ, കോൺസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പാക്കറ്റിൽ തന്നെ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ഈ മെഷീൻ വഴി ചെയ്യുമ്പോൾ അതിൻ്റെ ബാച്ച് നമ്പറോ എക്സ്പയറി ഡേറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റോ നമുക്ക് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി ഒരു സിംഗിൾ പ്രോസസ്സിൽ നമുക്ക് ഈ പറഞ്ഞ 3 പ്രോസസ്സും കൂടി ചെയ്യാൻ പറ്റും. അത് 3 മെഷീൻ്റെ ഔട്ട്പുട്ട് ഒരു സിംഗിൾ മെഷീനിൽ സിംഗിൾ പ്രോസസ്സിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ 3-in-1 ബാൻഡ് സീലറിൻ്റെ പ്രത്യേകത. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ് 3-in-1 ബാൻഡ് സീലേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയായിരിക്കും വരിക? നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ സെഗ്മെൻറ്റ് ബിസിനസ്സിലായിട്ടാണെങ്കിൽ അവർക്ക് 3 വ്യത്യസ്ത മെഷീനുകളാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടത്. ഒരു സീലിംഗ് മെഷീൻ വേണ്ടി വരാം, അതല്ലെങ്കിൽ ഒരു നൈട്രജൻ ഫ്ലഷിംഗ് ബാൻഡ് സീലർ വേണ്ടി വരാം, വാക്വം ചെയ്യണമെങ്കിൽ ഒരു വാക്വം സീലർ വേണ്ടി വരാം, ബാച്ച് കോഡൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബാച്ച് കോഡിങ് മെഷീനും വേണ്ടി വരാം. ഇത്രയും പ്രോസസ്സുകൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു മെഷീനിലിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മെയിൻ്റനൻസ് നമുക്ക് 2-3 മെഷീനിൽ ചെയ്യുന്നതിന് പകരം ഒരു മെഷീനെ തന്നെ മാനേജ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിൽ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ്, പല ടൈപ്പ് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റിനനുസരിച്ച് ഇഷ്ടമുള്ള ഓപ്പറേഷൻസ് ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ലാർജ് സ്കെയിൽ ബിസിനസ്സിലായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ സ്പീഡിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോഡക്ട്സിനെ പാക്ക് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഈ മെഷീൻസ് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 3 ഓപ്പറേഷൻസ് ആണ് ഈ മെഷീൻ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മെഷീൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടി വരിക? ഇതിൻ്റെ ബേസിക്കലി ഇതൊരു ബാൻഡ് സീലറാണ്. ബാൻഡ് സീലേഴ്സിന് വരുന്ന എല്ലാ മെയിൻ്റനൻസ് പാർട്സും ഇതിനകത്ത് വരുന്നുണ്ട്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ്
അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇതിനകത്ത് സ്പില്ലാവാനും അതല്ലെങ്കിൽ ഇതിൽ സൈഡിൽ പറ്റി പിടിച്ചിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി ഓപ്പറേഷൻസിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ ക്ലീൻ ചെയ്യണം. അതല്ലെങ്കിൽ ഇതിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കിടന്ന് എലിയൊക്കെ കയറാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ല അസിഡിക് പോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പോണൻസിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഡെയിലി ക്ലീൻ ചെയ്യുക. ഇതിനകത്ത് വരുന്നത് നമ്മളുടെ ബെൽറ്റ്സ് വരുന്നുണ്ട്, ടെഫ്ലോൺ നൈലോൺ ബെൽറ്റ്സ് വരുന്നുണ്ട്, ഹീറ്റേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെലിന് ശേഷം നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കൺസ്യൂമബിൾസ് ആണ്. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വാൽവുകൾ. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നൈട്രജൻ ഫ്ലഷ് ചെയ്യാൻ പറ്റും, വാക്വം ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിനകത്ത് ഫിൽറ്റേഴ്സ്, വാൽവ്സ് ഒക്കെ ഉണ്ട്. ഫിൽറ്റേഴ്സൊക്കെ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്യാസ് ഫ്ലഷിങ് ടൈമിൽ അതിൻ്റെ ഗ്യാസിൻ്റെ ഫ്ലോ ലെവലുകൾ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ, ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത മെഷീൻ നമുക്ക് നല്ല ലോങ് റണ്ണിൽ അത് നമുക്ക് പ്രത്യേകിച്ചൊരു ബ്രേക്ക് ഡൗൺസ് കൂടാതെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ സ്നേഹാസ്, ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്, ഇപ്പോൾ നമ്മൾ 3 ഓപ്പറേഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും. അത് പ്രഷർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? എങ്ങനെയാണ് അതിന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രൊഡക്ഷനെ എടുക്കാനായിട്ട് സാധിക്കുക ഈ ഒരു മെഷീൻ ഉപയോഗിച്ച്? അതാണ് നമുക്ക് നോർമലി നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ചെറുകിട സംരംഭമൊക്കെ ആണെങ്കിൽ നമുക്ക് 3 മെഷീനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഓരോ പ്രോസസ്സിനനുസരിച്ച് ഓരോരോ മെഷീനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാൽ ഫുൾ ടൈം നമുക്ക് ഈ മെഷീനുകളൊന്നും റൺ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഒരു ഒറ്റ മെഷീൻ ആവുമ്പോൾ നമ്മളുടെ ആവശ്യാനുസരണം ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് ചൂസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ മെഷീനകത്ത് നമുക്ക് നൈട്രജനും വേണ്ട, വാക്വം ചെയ്യുകയും ചെയ്യേണ്ട, നോർമൽ സീലിംഗ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ മെഷീനിൽ തന്നെ നമുക്ക് നമ്മളെ പ്രോഡക്ട്സിനെ ഇതിൻ്റെ ടൈപ്പ് അനുസരിച്ച് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 1 മിനിറ്റിൽ തന്നെ ഒരു 10-20 പാക്കറ്റിന് മുകളിൽ നമുക്ക് അതിനെ പാക്ക് ചെയ്ത് മാറ്റാനായിട്ട് ഈ മെഷീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആ പ്രൊഡക്ഷൻ സ്പീഡ് കൂട്ടാനും അതുവഴി നമ്മൾക്ക് ഉണ്ടാകുന്ന ഓവർഹെഡ് എക്സ്പെൻസിനെ കുറയ്ക്കാനൊക്കെ ഈ മെഷീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള 3-in-1 ബാൻസീലറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ മെഷീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.